തുക്കാറാം ഓംബ്ലെ 40 വെടിയുണ്ടകളാണ് അജ്മൽ കസബ് എന്ന നരാധമന്റെ യന്ത്രത്തോക്കിൽ നിന്ന് തുക്കാറാം ഓംബ്ലെ എന്ന മഹാരാഷ്ട്ര പോലീസിൽ ASI ആയിരുന്ന ഈ മനുഷ്യന്റെ മാരണത്തിൽ തുളഞ്ഞു കയറിയത്. എന്നിട്ടും അദ്ദേഹം ആ തോക്കിൻ കുഴലിൽ വിട്ടില്ല. മിനിറ്റിൽ 600 ബുള്ളറ്റുകൾ തീ തുപ്പിക്കൊണ്ടിരുന്ന AK-47 തോക്കിന്റെ ബാരലിൽ നിരായുധനായ തുക്കാറാം ഓംബ്ലെ വെറും കൈകൊണ്ട് പിടിച്ചു നിർത്തിയത് കൊണ്ടാണ് അജ്മൽ കസബ് എന്ന ഭീകരനെ ജീവനോടെ പിടിക്കാൻ കഴിഞ്ഞത്. ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടാതിരിക്കാൻ കഴിഞ്ഞത്. 2008 നവംബർ 26 സൗത്ത് മുംബൈയിൽ ചിലർ നിരത്തിലിറങ്ങി തലങ്ങും വിലങ്ങും വെടിവെയ്പ് നടത്തുന്നു എന്ന വാർത്തകൾ വലിയ രീതിയിൽ പോലീസ് സ്റ്റേഷനുകളിൽ വരെ എത്തി. നഗരത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് ഉദ്യോഗസ്ഥർക്ക് ആദ്യമൊന്നും വ്യക്തത ഉണ്ടായിരുന്നില്ല. എങ്കിലും എന്തിനും സന്നദ്ധരായിരിക്കണമെന്ന നിർദ്ദേശം അവർക്ക് ലഭിച്ചു. ചെറു സംഘങ്ങളായി പോലീസ് ഉദ്യോഗസ്ഥരെ ഓരോരോ പ്രദേശത്ത് നിയോഗിക്കുകയും ചെയ്തു. നിയോഗിക്കപ്പെട്ട പ്രദേശങ്ങളിലേക്ക് പോകുന്നതിനിടെയാണ് ആയുധധാരികളായ ഭീകരർ ബോംബുകളും ഗ്രനേഡുകളും ഓട്ടോമാറ്റിക് തോക്കുകളുമായി നാരിമാൻ ഹൗസ്, കൊളോബ, ഛത്രപതി ശിവജി മഹാരാജ് റെയിൽവേ സ്റ്റേഷൻ, താജ്, ട്രേഡൻ ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ കൂട്ടക്കൊല നടത്തുന്നുവെന്ന സന്ദേശം വയർലെസ്സിലൂടെ അവർക്ക് ലഭിക്കുന്നത്. വൻ ഭീകരാക്രമണം നേരിടാനാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്നതിന്റെ സൂചന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നത്.